KMTVയുടെ കർണാട്ടിക് കീബോർഡ് സോങ് ലെസണിലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗിനർമാർക്കെല്ലാം വായിക്കാവുന്നതായ ഹാപ്പി ബർത്ത്ഡേ എന്ന സോങ്ങാണ്. അപ്പം 4 ലൈനേ ഉള്ളൂ, വായിക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വായിക്കുന്നത് എന്നൊന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലെ മേളകർത്ത രാഗപട്ടികയിലെ 29ാമത്തെ രാഗമാണ് ധീരശങ്കരാഭരണം. ശങ്കരാഭരണം എന്ന് നമ്മൾ പറയുന്നു, ശരിയായ പേര് ധീരശങ്കരാഭരണം എന്നാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വായിക്കേണ്ടത് എല്ലാം വലിയ സ്വരങ്ങളാണ്. അതായത് നമ്മൾ ഈ മായാമളവുകളെ ഇവിടെ വായിച്ചുകൊണ്ട് ഇതല്ല വായിക്കേണ്ടത്. ഇതാണ് എല്ലാം വെള്ളക്കീയ. അപ്പം ഒന്നാമത്തെ ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇതാ നോക്കിക്കോണം. സാ സാ രി സാ മാ ഗ. ഒന്നുകൂടെ കാണിക്കാം. സാ സാ രി സാ മാ ഗ. അടുത്ത ലൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ സ സ രി സ പ മ. ഇനി ഇത് മേപ്പോട്ട് പോകും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ സ സ സ നി ദ പ മ. ഒന്നുകൂടെ കണ്ടോണം. സ സ സ നി ദ പ മ. അത് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് പാപ്പ പാപ്പ ദ പ മ ഗ മ. ഒന്നുകൂടെ കണ്ടുകൊള്ളുക. പാപ്പ ദ പ മ ഗ മ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇവിടെ വരുമ്പം തെറ്റരുത്. 2 തവണ സാ മധ്യസ്ഥായിക. സാ 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 നി ദ പ മ. ഇത് വായിക്കുമ്പോൾ മൂന്നാമത്തെ ലൈൻ സാ സാ വിരലകത്തുക. സാ നി ദ പ മ. അത് കഴിഞ്ഞാൽ പ പ ദ പ മ ഗ മ. ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു തവണ കൂടെ ഞാൻ വായിക്കാം. സ സ രി സ സ സ രി സ പ മ. സ സ സ നി ദ പ മ. പ പ ദ പ മ ഗ മ. ഇനി ഇതൊരു ചെറിയ മ്യൂസിക് കൂടെ ഇട്ട് നമുക്കെങ്ങനെയാണ് വായിക്കുന്നതെന്നൂടെ ഒന്ന് നോക്കാം. ഒരു സുഖമാണ് അങ്ങനെ വായിക്കുന്നത്. നമ്മളിത് പോപ്പ് ബല്ലാഡ് എന്ന് പറയുന്ന മ്യൂസിക്കാണ് കൊടുത്തേക്കുന്നത്. ഈ വശം വായിക്കുന്ന കോഡാണ് ഇത്. പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ്.
ഈ കീബോർഡിന് മാത്രം ഉള്ള ഒരു വിശേഷമാണ്. നമ്മൾ കീബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടതുഭാഗത്തെ കയ്യിൽ ഈ കീബോർഡിൻ്റെ മുകളിൽ കോഡ്സ് വണ്ടച്ച് വായിക്കാവുന്നൊരു സൗകര്യമുണ്ട്. മ്യൂസിക് കൊടുക്കാം. എന്താ ഇതിലൂടെ കോഡ്സ് കൊടുക്കാം. കോഡെന്ന് പറയുന്നത് ഒരു ഒക്ടീവിലെ 1, 3, 5 നോട്ടിനെ ഒരേ സമയം വായിച്ചാൽ അത് കോഡാണ്. അത് നമുക്ക് ഒരു ഫിംഗറെ വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ സോങ് ആണ്. ഇതുവരെ എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ വായിക്കേണ്ട. ഇത് സെപ്പറേറ്റ് ഒരു ദിവസം ഞാൻ എടുക്കാം. അപ്പോൾ അവർക്ക് ഇത് സിമ്പിളായിട്ടൊന്ന് വായിച്ചു പതുക്കെ വായിച്ചാൽ മതി. നിങ്ങൾ വലിയ ധൃതി ഒന്നും വേണതാ. അങ്ങനെ വായിച്ചാൽ മതി. അതായത് മൂന്നാമത്തെ ലൈൻ വരുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പം നന്നായിട്ട് ഇതൊന്ന് വായിച്ച് പഠിക്കുക. ഒരു ചെറിയ സോങ്. അടുത്ത ക്ലാസ്സും ഞാനൊരു സോങ്ങുമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും. അത് വായിച്ച് പഠിക്കണം. അപ്പം നല്ലപോലെ പഠിച്ചു പോവുക. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. മാക്സിമം ഇത് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.